Good morning, dear. Good morning. How are you all? How are you? ഭയങ്കര സൗണ്ട് അല്ലേ? ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ഞാൻ നിങ്ങളെ മ്യൂട്ട് ആക്കാതെ നോക്കുവായിരുന്നു. I am fine. ഇപ്പൊ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ, ഭയങ്കര സൗണ്ടാ. നമ്മൾ ഒത്തിരി നാളായല്ലേ കണ്ടിട്ട്. എന്നിട്ട് മിസ്സിനെ അന്വേഷിച്ചോ നിങ്ങള്? തലവേദനയൊക്കെ മാറി. കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇല്ല ഞാൻ പറയാം. പിന്നെ കഴിഞ്ഞ ആഴ്ച നമുക്ക് ലീവ് ആയിരുന്നില്ലേ? ശ്രീനാരായണ ഗുരു സമാധി ആയിരുന്നില്ലേ? അതുകൊണ്ടല്ലേ വരാത്തെ. അപ്പൊ എല്ലാവരുടെ ബുക്കൊക്കെ കംപ്ലീറ്റ് ആണോ? ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, അക്ഷരദീപൊക്കെ കംപ്ലീറ്റ് ആണോ? അതെല്ലേ. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സില് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയില്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞു വിടും ക്ലാസ്സിൽ നിന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചതല്ലേ? എന്താ വേണ്ടേ? കംപ്ലീറ്റ് ആകാത്തവര് എന്താ വേണ്ടേ? നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ തന്നെ പറഞ്ഞോ. എഴുതിട്ട് വിടാന്ന്. അപ്പൊ അമ്മ ഫാത്തിമ ഇന്ന് കംപ്ലീറ്റ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൾ നമുക്ക് വെറുതെ വിടാം അല്ലെ? ഇന്നൊന്നും ചെയ്യണ്ട, നമുക്ക് നാളെ നോക്കാം. എന്തോ എന്താണ്? എഴുതിയിട്ടും തീരുന്നില്ല അക്ഷരദീപം. അക്ഷരദീപം മൊത്തം എഴുതണ്ട മക്കളെ. നിങ്ങൾ ഹിന്ദി ഉള്ള ദിവസം മാത്രം എഴുതിയാൽ മതി. ഒരു ഹാഫ് പേജ് വെച്ച് എഴുതിയാൽ മതി. അപ്പൊ തീർന്നോളും. ഒരേ എഴുത്താ. നമുക്ക് ലാസ്റ്റ് മാർച്ചിലെ ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അക്ഷരദീപം കംപ്ലീറ്റ് ആയാൽ മതി കേട്ടോ. ഇപ്പൊ മുഴുവൻ എഴുതി തീർക്കണ്ട. പിന്നെ കഴിഞ്ഞ ക്ലാസ്സില് ഇല്ലാത്ത കുട്ടികളുണ്ട് ഇവിടെ. ലീവ് ലെറ്റർ കൊടുക്കാത്തവർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പറയാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ. ആരുമില്ല അല്ലേ? ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാം. ഇപ്പൊ വിളിക്കണ്ട, മെസ്സേജ് അയച്ചിട്ടാ മതി. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്യാണ്. All of you take your textbook. നമ്മുടെ എക്സാം എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയോ? ഒക്ടോബർ, നെക്സ്റ്റ് വീക്ക് ആണല്ലേ? ഒക്ടോബർ 4th തോന്നുന്നു. ടൈം ടേബിൾ തന്നില്ലേ നിങ്ങൾക്ക്? അപ്പൊ സിലബസ് കൂടി തരുന്നതാണ്. ഇന്നും നാളെയായിട്ട് സിലബസ് തരാം. അപ്പോ എല്ലാവരും തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഈ പിക്ചർ കൊടുത്ത ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. അതുപോലെ ലെറ്റേഴ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ടും പിക്ചേഴ്സ് തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനും ലെറ്റേഴ്സ് അതിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് മാച്ച് ചെയ്യാനും ലെറ്ററുമായിട്ട് മാച്ച് ചെയ്യാനൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. പേടിക്കാനൊന്നുമില്ല, നല്ല ഈസി ആയ ബുക്കിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ പിക്ചർ തന്നാൽ അതെന്താന്ന് മനസ്സിലാക്കണം, എന്നിട്ട് അത് എഴുതണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് താത്ത ദാത്ത നാ വരെയാണ് പഠിച്ചത്, ആണോ? എത്തിയോ? എവിടെ വരെ എത്തി സർഗ? നമ്മൾ എവിടെ വരെ പഠിച്ചെത്തി ഒന്ന് പറയാമോ? ഏതാണ് പേജ് നമ്പർ പറഞ്ഞേ? പേജ് നമ്പർ പറഞ്ഞേ. താത്ത ദാത്ത നാ വരെ എടുത്തു അല്ലേ?
ഇത്ര വരെ എല്ലാവരുടെയും കംപ്ലീറ്റ് ആണോ? പിന്നെ അതുമല്ല, ടീച്ചേഴ്സ് ഒരു കാര്യം ചോദിച്ചാല് ആ മെസ്സേജ് കണ്ടു എന്ന് ടീച്ചേഴ്സിന് മനസ്സിലാവും അല്ലെ? നമുക്ക് ഫോണിൽ അങ്ങനെ ഉണ്ട്. അപ്പോ നിങ്ങൾ അതിന് റിപ്ലൈ തരുന്നില്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. ഏത് ടീച്ചറായാലും, ഞാൻ എന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, യെസ് ഓർ നോ ഏതെങ്കിലും ഒരു ആൻസർ റിപ്ലൈ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം. കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ അവഗണിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഇപ്പം പേരൻസ് അടുത്തുണ്ടെങ്കിൽ ഏത് ടീച്ചർ ആയാലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവണം. ആരും കുറ്റപ്പെടുത്തി പറയുന്നല്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല, അതിപ്പോ ഫോണിലൂടെ മാത്രമേ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. അതിന്റെ വർക്കും നമ്മൾ കംപ്ലീറ്റ് ആക്കിയതല്ലേ? പേജ് നമ്പർ 50 വർക്കും കംപ്ലീറ്റ് ആയതാണോ? യെസ് ആണെങ്കിൽ തമ്പ് ഉയർത്തി കാണിക്കുക, നോ ആണെങ്കിൽ തമ്പ് താഴ്ത്തി കാണിക്കുക. ഇഷാൻ, നമ്മൾ ഈ താത്താന്ന് എടുത്തോ? ഒന്ന് പഠിപ്പിച്ചില്ലല്ലോ. ഇല്ല, കറക്റ്റ് ആണ്. ഇഷാൻ എന്താണ്? നോ, അത്രേ എടുത്തുള്ളൂ. നമുക്ക് നാ വരെയാണ് എക്സാമിന് വേണ്ടത്. ഇപ്പൊ ഞാനിത് ഇവിടെ അടയാളപ്പെടുത്തിട്ടും കാണുന്നില്ല. അപ്പം സർഗമോള് പറഞ്ഞു അതും എടുത്തു എന്ന്, പക്ഷെ എടുത്തിട്ടില്ല കേട്ടോ. അത് ഇപ്പൊ പേജ് നമ്പർ 46 വരെയുള്ള കാര്യങ്ങൾ എടുത്തോ? എല്ലാവരും അത്രയും വരെയുള്ള കംപ്ലീറ്റ് ആക്കിയതാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. 3 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ എടുത്തത്. മിസ് ഇവിടെ ടിക്ക് ഇട്ടിട്ടുണ്ട്, പക്ഷെ അവള് പറഞ്ഞപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ, കാരണം നമ്മൾ 2 ആഴ്ചയായി വന്നിട്ടല്ലേ. ഓൾ ഓഫ് യു ലിസൺ, പേജ് നമ്പർ 47. പേജ് നമ്പർ 47. താ താ ദാ താ ന, താ താ ദാ താ ന. താ സേ തരാജു, था से थर्मस, दा से दरवाजा, था से थन, ना से നദി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ UKG പഠിച്ചു അല്ലെ? ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ താത്ത ദാത്ത നാ ചേർത്തിട്ട് നമ്മള് വ്യഞ്ജൻ ഗീതം ഉണ്ട് അല്ലെ? നമ്മൾ ഓരോ റോയിലുള്ള ലെറ്റേഴ്സും ആയിട്ടാണ് നമ്മൾ വ്യഞ്ജൻ ഗീതം പഠിച്ചു വരുന്നത്. അപ്പോൾ പേജ് നമ്പർ 33 നോക്കിയേ നിങ്ങള്. ता से तबला, था से थन, दा से दर्जी, था से थन, ना से नमन करती लाली, मिलकर बजावो ताली. എല്ലായിടത്തും ഉണ്ടല്ലേ മിൽക്കർ ബജാവോ താലി അല്ലെ? എന്താണ്, നിങ്ങൾ താളം പിടിച്ച് പാട്ട് പാടൂ എന്നാ പറയുന്നത്. താളം ഇട്ട് പാട്ട് പാടിക്കോളൂ എന്നാ പറയുന്നത്. താ സേ തബല, ഥാ സേ ഥൻ, ദാ സേ ദർജി, ഥാ സേ ഥൻ. നമ്മൾ ഇവിടെ പഠിക്കുന്ന ഈ വാക്കുകൾ കൊണ്ടൊരു റൈമാണ് അവിടെ കൊടുത്തിരുന്നത്, വ്യഞ്ജൻ ഗീത്. താ സേ ദർജി, ഥാ സേ ഥൻ, നാ സേ നമൻ കർത്തി ലാലി, മിൽക്കർ ബജാവോ താലി. ഇതൊന്നും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവില്ല കേട്ടോ, റൈം ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ, അതുപോലെ പിക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ, അതുപോലെ പിക്ചർ തന്നിട്ട് അതിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതാനുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. കളർ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വേണ്ട എന്തൊക്കെ വേണം? ഡ്രോയിങ് ഉണ്ടാവും, മിക്കവാറും കളർ കൊടുക്കാനുണ്ടാവും. അപ്പൊ എന്താ വേണ്ടേ? കുറച്ച് ക്രയോൺസ് ഒക്കെ കരുതി വെക്കണം, A4 ഷീറ്റ് വേണം, പെൻസിൽ വേണം, ഇറേസർ വേണം, ഇതൊക്കെ കരുതി വെക്കണം. ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചറൊക്കെ വരച്ചിട്ട് കളർ കൊടുക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ റെഡി ആയിട്ടിരിക്കാം. അപ്പം പേരൻസ് അല്ല ഹെൽപ്പ് ചെയ്യേണ്ടത്, നമ്മൾ തന്നെ നമുക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി. അല്ലാതെ ഫസ്റ്റ് ക്ലാസ്സിൽ വലിയതായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല ഇഷ്ടത്തോടെ എഴുതാൻ പറ്റുന്ന എക്സാം ആണിത്. ഓക്കെ, അപ്പൊ അത് പഠിക്കാം. നമുക്ക് സിലബസ് നാളെ തരാം.
നെക്സ്റ്റ് പീരീഡ് നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാം. അപ്പൊ എന്നിട്ട് നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുക. പേജ് നമ്പർ 47. താസെ തരാജു. തരാജു മീൻസ് എന്താ? തരാജു ആർക്ക് പറയാം? തരാജു എന്താണ്? ബാലൻസ്. എന്താ അത് മനസ്സിലായി? ഇവിടെ ബാലൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്താണ് ഈശാൻ തരാജു എന്ന് പറഞ്ഞാല്? നിങ്ങൾ ആ പിക്ചർ വെയിറ്റ് തൂക്കാൻ, വെയിറ്റ് അളക്കാനുള്ള ഉപകരണം അല്ലെ? അതായത് ഒരു സാധനം. ഇപ്പൊ പണ്ടൊക്കെ ഇങ്ങനെ, ഇപ്പൊ ഇങ്ങനത്തെ ത്രാസ് എന്ന് പറയും നമ്മൾ മലയാളത്തില്. ഇങ്ങനത്തെ ത്രാസ് നിങ്ങൾ കാണാറുണ്ടോ ഇപ്പൊ എവിടെയെങ്കിലും? കാണുന്നുണ്ടോ? കടകളിലൊക്കെ പോയാൽ ഇത് കാണാറുണ്ടോ ഇപ്പൊ നിങ്ങള്? ഇല്ല, ഇപ്പൊ കുറവാണ് അല്ലെ? ഇപ്പം പുതിയതായിട്ട് നമ്മള് ഇങ്ങനെ ഒരു ഇവിടെ വെച്ചിട്ടുള്ളതാണ് അല്ലെ? പരന്ന ഒരു സാധനം. അതിൽ തന്നെ നമ്മള് പിന്നെ ഓൾറെഡി അതിന്റെ അളവ് വരും. ഈ ത്രാസിൽ എങ്ങനെയാണെന്ന് അറിയോ? പണ്ട് കാലത്ത് ഇവിടെ നമ്മുടെ ഒരു സൈഡിൽ നമ്മൾ അതിന്റെ അളവ്, അതിന് നേരത്തെ ഒരു അളവ് കട്ടയാ ഉണ്ടാവുക. 1 കിലോ ആണെങ്കിൽ 1 കിലോന്റെ ഒരു കല്ല്, അതുപോലെ 1/2 കിലോ ആണെങ്കിൽ അത്. അപ്പം 1/2 കിലോന്റെ ഒരു സാധനമാണെങ്കിൽ, ഒരു പഞ്ചസാരയാണ് നമ്മൾ തൂക്കുന്നെങ്കിൽ 1/2 കിലോന്റെ പഞ്ചസാര ഇവിടെ വെച്ചിട്ട് 1/2 കിലോന്റെ അളവ് കല്ല് അവിടെ വെക്കും ഒരു സൈഡില്. അപ്പൊ അത് തമ്മിൽ നല്ല ബാലൻസിൽ, നല്ല നേരെയാണെങ്കിൽ അത് അളവ് കറക്റ്റ് ആയിരിക്കും അല്ലെ? അങ്ങനെയാണ് പണ്ട് കാലത്ത് അളന്നിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി അല്ലെ? ഓക്കെ. അപ്പൊ അതാണ് ത്രാസ്. സാധനങ്ങൾ അളക്കാനുള്ള ഉപകരണമാണ് തരാജു. താസെ തെർമസ്. തെർമസ് മീൻസ് ഫ്ലാസ്ക്. ഇപ്പൊ എല്ലാവരും പ്രസന്റ് ചെയ്തോ? മിസ് അത് വിട്ടുപോയി. അപ്പൊ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോ നമുക്ക് പ്രസന്റ് ചെയ്യാം. ഒരു പ്രാവശ്യം പ്രസന്റ് ചെയ്താൽ മതി. ചിലപ്പോ നമ്മളെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രസന്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പേര് ഇവിടെ കാണാതെ പോകുന്നത്. അപ്പൊ കാണാതെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ മെസ്സേജ് അയക്കും. അപ്പൊ അതിനൊരു റിപ്ലൈ തന്നാൽ മതി കേട്ടോ. ഓക്കെ. തെർമസ്. തെർമസ് എന്ന് പറഞ്ഞാൽ ഫ്ലാസ്ക്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ആ ഡോട്ട് ഇതിന്റെ മുകളിലൂടെ നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതണം. ഇതൊക്കെ ഹോംവർക്ക് ആണ്. പേജ് നമ്പർ 48. ദാസെ ദർവാസ. ദർവാജ എന്നും വായിക്കാം, ദർവാസ. ജായുടെ അടിയിൽ ഒരു ഡോട്ട് ഉണ്ട് അല്ലെ? അപ്പൊ ദർവാസ കണ്ടോ അവിടെ? DARWAAZ. അപ്പൊ ആ Z എന്ന് പറയുന്നതിന്റെ ആ ഒരു പ്രൊനൗൺസ് ആണ് അവിടെ വരുന്നത്. ദർവാസ. ദർവാസ മീൻസ് ഡോർ. ഓക്കെ, ഡോർ. ഡോർ ഇല്ലേ? എല്ലായിടത്തും ഇല്ലേ? എല്ലാവരുടെ വീട്ടിലും ഇല്ലേ ഡോറ്? ദർവാസ ഇല്ലേ? ദർവാസ. ദർവാസ ഖോലോ എന്ന് പറഞ്ഞ എന്താണ്? പ്ലീസ് ക്ലോസ് ദ ഡോർ. ഡോർ അടയ്ക്കാൻ എങ്ങനെ നമ്മൾ ഹിന്ദിയിൽ പറയാ? ദർവാസ ഖോലോ. ഓക്കെ. നെക്സ്റ്റ് താസെ ധൻ. ധൻ മീൻസ് ഗൗരി നന്ദ. ഗൗരി നന്ദ, ലിസൺ ഹിയർ. താസെ ധൻ. ധൻ മീൻസ് വെൽത്ത്. എന്താണ്? ധനം. ധനം, പൈസ അല്ലെ? പണം. ഇതാണ് പറയാ. നാസെ നദി. മുഹമ്മദ് സാദെ, നല്ല പല്ലാണ് മോൻ്റെത്. അവനിങ്ങനെ പല്ല് കാണിക്കും ഇവിടെ. ഇന്ന് പല്ല് തേച്ചു അല്ലെ? നല്ല ഭംഗിയുണ്ട്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. അവിടുന്ന് ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കരുത്. നാസെ നദി. എന്താണ് നദി? റിവർ. പുഴ, നദി എന്നൊക്കെ പറയും അല്ലെ? നിങ്ങളുടെ വീടിന്റെ അടുത്തുണ്ടോ പുഴയോ തോടോ എന്തെങ്കിലും ഉണ്ടോ? നോ. ഉണ്ട്, കുറെ പേരുടെ അടുത്തുണ്ട്. ഞാൻ കാണാറുണ്ട്. തോട്ടില് നീന്താൻ പോയതും എല്ലാം സ്റ്റാറ്റസ് ഇട്ട് വെക്കുമല്ലോ. ഞാൻ കാണുന്നുണ്ട്. എനിക്കറിയാം ആരൊക്കെ തോട്ടിലൊക്കെ നീന്താൻ പോകുന്നുണ്ട്. നീന്താൻ അറിയോ നിങ്ങൾക്ക്? കുറച്ചറിയാം. നമ്മുടെ ഇഷാൻ മാത്രമേ അൺമ്യൂട്ട് ആയിട്ടുള്ളൂ അല്ലെ? കുറെ പേര് കാണിക്കുന്നുണ്ട്. എത്ര പേർക്ക് നീന്താൻ അറിയാം നമ്മുടെ ക്ലാസ്സില്? ദേവപ്രിയ ഉണ്ട്. സമച്ചിക്ക് അറിയില്ലേ? സമച്ചിനെ എപ്പോ തോട്ടി കാണാലോ. നീന്താൻ പഠിച്ചില്ല? പഠിക്കണം കേട്ടോ. നമുക്ക് അങ്ങനത്തെ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ നീന്താനൊക്കെ പഠിക്കണം. നീന്തലൊക്കെ അറിഞ്ഞിരിക്കണം നമ്മള്. സർഗയുണ്ട്. സർഗയുടെ അമ്മയിന്ന് കൂട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് ജോലിക്ക് പോണ്ടേ? നൈറ്റ് ആയിരിക്കും അല്ലെ? ഓക്കെ.
അപ്പൊ നിങ്ങൾ കൂടെ ഉണ്ടാകുമ്പോ നമുക്കൊരു സന്തോഷം, അമ്മമാര് കൂടെ ഉണ്ടെന്നുള്ളത്. പാർവണ, കുറെ പേരുണ്ട്. ഇപ്പൊ നമുക്ക് തോടും പുഴയൊക്കെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് നീന്താന്നും പഠിക്കല്ലേ. ഇനി മിസ് പറഞ്ഞു നീന്താൻ പഠിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയേക്കരുത്. അമ്മമാരൊക്കെ ഉണ്ടെങ്കിലേ പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ അറിഞ്ഞിരിക്കുന്ന നല്ലതാണെന്നാ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. എന്താണ് നെക്സ്റ്റ്? അവിടെ കണ്ടോ നിങ്ങള്? ബോലോ ഔർ ലിഖോ, പേജ് നമ്പർ 49 താഥ ദാഥ ന. നമ്മൾ ഓരോ പേജിലും അക്ഷരങ്ങൾ വന്നു, വീണ്ടും വ്യഞ്ജനാക്ഷരങ്ങൾ വീണ്ടും ഒന്നിച്ച് ആ റോയിലായിട്ട് തന്നു. എത്ര ഈസിയാ നിങ്ങൾക്ക് പഠിക്കാൻ, കണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. നോക്കി ഇപ്പൊ ഇവിടെ താഥ ദാഥ ന. നമ്മളെ ട്രൂലേറ്റിലെ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് സെക്കൻഡ് ക്ലാസ്സിലോട്ട് പോകുന്ന കുട്ടികള് നെക്സ്റ്റ് ഇയർ സെക്കൻഡ് ക്ലാസ്സിലല്ലേ? നമുക്ക് ഇനി അക്ഷരങ്ങൾ വീണ്ടും പഠിക്കാൻ ഇടവരരുത്. ഇപ്പൊ തന്നെ നമ്മള് കണ്ണുകൊണ്ടും കൈകൊണ്ടും അത് പഠിച്ചിട്ടുണ്ടാവണം. സെക്കൻഡ് ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് ആർക്കും അക്ഷരം അറിയില്ല എന്നുള്ള ഒരു ഇത് വരാൻ പാടില്ല. ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ച് എഴുതി പോവാണ്. അപ്പൊ സെക്കൻഡ് ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് അക്ഷരങ്ങൾ വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചിഹ്നങ്ങൾ പഠിക്കാൻ പോവാണ്, പുതിയ പുതിയ വേർഡ്സ് പഠിക്കാൻ പോവാണ്, സെന്റൻസ് പഠിക്കാൻ പോവാണ്. എന്ത് രസമാണെന്നറിയോ? ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, പേജ് നമ്പർ 49 തന്നെ താഴെ ശബ്ദകോശം നോക്കിയേ നിങ്ങള്. നസീം മുഹമ്മദ്, മസ്ലോബ. മുഹമ്മദ് സാദ്, വീഡിയോ ഓഫ് ചെയ്തോണ്ടിരിക്കരുത്, എനിക്ക് നിന്നെ കണ്ടോണ്ടിരിക്കണം. നീ എന്താ അവിടെ ചെയ്ത് നോക്കട്ടെ. മസ്ലോബ, ഗൗരി എന്താ വീഡിയോ ഓൺ ചെയ്യ്. ശബ്ദകോശം നോക്കിയേ. താസെ തന, താസെ ധൻ, ദാസെ ദഹി, ഥാസെ തട്, നാസെ നദ്. ആ ഫസ്റ്റ് റോയിലുള്ള കാര്യങ്ങളാണ് വായിച്ചു കേൾപ്പിച്ചത് അല്ലേ? അപ്പം ബാക്കി നോക്കിയോ. താസെ തന, തബല, തസ്ല. തന മീൻസ് നിങ്ങൾക്ക് വായിക്കാനുള്ള പ്രൊനൗൺസിയേഷൻ വേണമെങ്കിൽ നിങ്ങൾ അവിടെ മലയാളത്തിൽ എഴുതി വയ്ക്കുക പെൻസിൽ കൊണ്ട്. താസെ തന. തന എന്ന് പറഞ്ഞ എന്താണ്? സ്റ്റെം. എന്താണ് സ്റ്റെം എന്ന് പറഞ്ഞ എന്താണ്? നമ്മള് ചെടികളുടെ ഒക്കെ കാണ്ടെന്ന് പറയില്ലേ, അതാണ്. അത് നിങ്ങൾ അത്ര കാര്യാക്കണ്ട. താസെ തന. തബല. തബല മീൻസ് തബല എന്താ? തബലയില്ലേ, അത് തന്നെ, തബല തന്നെ. നമ്മൾ ചെണ്ട സൗണ്ട് കേൾക്കുന്നില്ല, ചെണ്ട കൊട്ടുന്ന പോലെ സൗണ്ട് ഉള്ള തബല. നെക്സ്റ്റ് പേജിലുണ്ട് തബല, കാണിച്ചു തരാം. താസെ തസ്ല. തസ്ല എന്ന് പറഞ്ഞാല് ഫ്ലാഗ്. ചെറിയ അല്ല, വലിയൊരു വീഞ്ഞു കുപ്പി എന്നൊക്കെ പറയും അതിന്. നെക്സ്റ്റ് ഥാസെ ധൻ, താലി, തക്കിന. ദാസെ ദഹി, ദൽ, ദവാത്ത്. ഥാസെ ദട്, ധനുഷ്, ദബ്ബ. നാസെ നത്, നൽ, നഗ്. നിങ്ങൾ ഇതൊന്ന് വായിക്കാനുള്ള പ്രാക്ടീസ് മാത്രം ചെയ്താൽ മതി. ഇതൊന്നും എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എടുത്തെഴുതണം കേട്ടോ. ഒരു പ്രാവശ്യം എടുത്തെഴുതിയാൽ മതി, ഇതുപോലെ എടുത്തെഴുതിയാൽ മതി. പിന്നെ എന്താണ് നോട്ട് ബുക്കിൽ എഴുതേണ്ടത്? പേജ് നമ്പർ 47 താസെ തരാജു, ധർമ്മസ്, ദർവാജ, ധൻ, നദി. ഈ 5 വാക്കുകളും നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം വെച്ച് നോട്ട് ബുക്കിൽ എഴുതി പഠിക്കണം. എക്സാമിന് നിങ്ങൾക്ക് കൂടുതലായിട്ട് പിക്ചേഴ്സ് ഉള്ള വാക്കുകൾ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ അതൊന്ന് നമ്മൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താന്ന് പഠിക്കാനും ഈ വാക്കുകൾ എങ്ങനെ എഴുതുന്നതെന്ന് പഠിക്കാനും വേണ്ടിയിട്ടാണ് ആ ഒരു പിക്ചറുള്ള വാക്കുകൾ മാത്രം നിങ്ങളെ കൊണ്ട് എഴുതിക്കുന്നത്. അപ്പൊ അതൊന്ന് 3 പ്രാവശ്യം വെച്ച് എഴുതണം. പറ്റില്ലേ? ബാക്കി ഇവിടെ പറഞ്ഞിരിക്കുന്ന ശബ്ദകോശം ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. നെക്സ്റ്റ് നോക്കിയേ, പേജ് നമ്പർ 50. പേജ് നമ്പർ 50. മുഹമ്മദ് സാദ്, stand up, stand up, stand up, hands up. മുഹമ്മദ് സാദ് മാത്രം ഹാൻഡ്സ് അപ്പ് ചെയ്താൽ മതി, ഒന്നും ചെയ്യണം. അവിടെ നിന്നോട്ടോ, ഈ ക്ലാസ് കഴിയുന്നവരെ നീ അവിടെ നിന്നോ.
സ്റ്റാൻഡ് അപ്പ്. ഇതെന്താ നിനക്ക് ഇരിക്കാൻ പറ്റാത്തത്? Hands down. Sit down. ചോദിക്കട്ടെ സാദിനോട്. അൺമ്യൂട്ട് ചെയ്തേ സാദേ. ഹായ് സാദ്. സാദ് എവിടെ? സാദ് കൈ ഉയർത്തിയടാ. നെക്സ്റ്റ് പേജിലോട്ട് പോയോ? ആ ഇവിടെ ഉണ്ട്. മുഹമ്മദ് സാദ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ മോനെ? എന്നിട്ട് എന്താ ഒരു ഉഷാറില്ലാത്തേ? എന്താ കഴിച്ച രാവിലെ? ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് ഡൗൺ, കൈ താത്തിയിട്. എന്താ കഴിച്ചേ? പുട്ടും പഴവും. സെയിം പിച്ച്. ഞാനും പുട്ടും പഴവും കഴിച്ചേ. എന്നിട്ട് എന്താ നിനക്കൊരു ഉഷാറില്ലാത്തേ? പുട്ടും പഴവും കഴിച്ച നല്ല ഉഷാറ് വരേണ്ടതാണല്ലോ. ഇവിടെ ചോട്ടാ ഭീം കാണാറുണ്ടോ നിങ്ങള്? ചോട്ടാ ഭീമിനെ കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ അവര് അതിനെ? ഇപ്പൊ ചോട്ടാ ഭീം ഒക്കെ മാറിയിട്ട് മൊബൈലിലത്തെ ചോട്ടാ ഭീം ആയിരിക്കും അല്ലെ ഫുള്ള്. അപ്പൊ ചോട്ടാ ഭീം ലഡു കഴിച്ചിട്ട് അവന് എനർജി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിച്ച് പുട്ടും പഴവും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജി വരും. എനർജി വരണം. ഓക്കെ, ഇനിയിപ്പോ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ സ്കൂളിൽ വരുമ്പോ നല്ല എനർജി വേണ്ടേ കൂട്ടുകാരത്ത് കളിക്കാനൊക്കെ? അതിനൊക്കെയുള്ള പ്രാക്ടീസ് അല്ലേ ഇപ്പോ. ഓൺലൈൻ ക്ലാസ് ആയാലും നമ്മൾ ഉഷാറായിട്ട് ഇരിക്കണം ഇവിടെ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾ വന്ന് നല്ല എനർജറ്റിക് ആയിരിക്കണം അവര്. ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ ഒന്നും ഇരുന്നാലും ശരിയാവില്ല. ഓക്കെ, അപ്പൊ നാളെ ഒന്ന് മാറ്റി പിടിച്ചോ. പുട്ടും പഴം അല്ലാതെ വേറെ എന്തെങ്കിലും ആക്കി തരാൻ പറ അമ്മയോട്. എനിക്ക് തോന്നുന്നു പുട്ടും പഴം കഴിച്ചിട്ടാ ഇന്ന് എനർജി ഇല്ലാത്തത് തോന്നുന്നു അല്ലേ? ഓക്കെ, ഉഷാറായി. സാധു ഉഷാറായിട്ടുണ്ട്. ഇനി നമുക്ക് പേജ് നമ്പർ 50 നോക്കാലോ. അപ്പിയ ശബ്ദോം കോ ഉൻകെ നാം കെ പഹലെ വർണ്ണ സെ മിലാവോ. എന്താണ്? റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കുറച്ച് വാക്കുകളും തന്നിട്ടുണ്ട്, ലെറ്റേഴ്സും തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് മാച്ച് ചെയ്യണം. ധനുഷ്, ദവാത്ത്, നഗ്, തക്കാൻ, തസ്ല. റൈറ്റ് സൈഡില് താ, ഥാ, ദാ, ഥാ, ന. എന്താണ് അവിടെ ഓൾറെഡി ഗിവൻ? എന്താണ് ധനുഷ് എന്നുള്ളത്? താന്ന് ഫസ്റ്റ് ലെറ്റർ ആയ തായിലേക്ക് മാച്ച് ചെയ്യാനാ പറഞ്ഞത്. അതായത് പഹല വർണ്ണ പറഞ്ഞാല് ആദ്യത്തെ അക്ഷരം. തന്നിരിക്കുന്ന വാക്കിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാച്ച് ചെയ്യണം എന്നാ പറഞ്ഞത്. കണ്ടുപിടിച്ചത് മാച്ച് ചെയ്യണം. ധനുഷിന്റെ ധാ സേ ധനുഷ് കറക്റ്റ് ആയി. ദവാത്ത്, ദവാത്ത് എന്ന് പറയുമ്പോ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? മൂന്നാമത്തെ ദ. അതെ, ദ. സോഫ്റ്റ് ആയ ദായാണ് അല്ലെ? ദ. അപ്പം റൈറ്റ് സൈഡിൽ മൂന്നാമത് കാണുന്ന ദായാണ് ദവാത്തിന് വരിക. നെക്സ്റ്റ് നഗ്. മസ്ലോബ പ്ലീസ് ഓൺ യുവർ വീഡിയോ. നഗ് ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ലാസ്റ്റ് ന. തക്കാൻ, which is the first letter? Second tha. Tha. Very good. രണ്ടാമത് ഇരിക്കുന്ന ഥായാണ് തക്കാൻ. ലാസ്റ്റ് തസ്ല. ഫസ്റ്റ് ത. എന്താണ് തസ്ല എന്ന് പറഞ്ഞ എന്താ പറഞ്ഞത്? ഫ്ലാഗ്. അതുപോലെ തക്കാൻ എന്ന് പറഞ്ഞ എന്താ പറഞ്ഞത്? തെക്കിന എന്ന് പറഞ്ഞ ഗെറ്റ് ടയേർഡ്. നെക്സ്റ്റ് നഗ്. നഗ് എന്ന് പറഞ്ഞ എന്താണ്? രത്നമില്ലേ നമ്മുടെ ജുവൽ എന്നൊക്കെ പറയും, രത്നം. ഇതാണ്. നെക്സ്റ്റ് ചിത്ര ദേഖോ അവർ നാം കാ പഹല വർണ്ണ ലിഖോ. ഇവിടെ പിക്ചർ നോക്കിയിട്ട് അതിന്റെ പഹല വർണ്ണ ഫസ്റ്റ് ലെറ്റർ എഴുതണം. എഴുതാൻ പറ്റില്ലേ? ഫസ്റ്റ് പിക്ചർ എന്താണ്? നദിയാണ്. നദി എന്നുള്ളത് അവിടെ ന ഓൾറെഡി തന്നിട്ടുണ്ട്.
രണ്ടാമത് ദർവാജ. ആ ദർവാജ. ഫസ്റ്റ് ലെറ്റർ എന്താണ്? ദ. ദ. മൂന്നാമത് എഴുതുന്ന ദായാണ് ദർവാജ. ദ. ലാസ്റ്റ് തരാജു. Which is the first letter? തരാജു. ഫസ്റ്റ് എഴുതുന്ന തായാണ് തരാജു. താസെ തരാജു പഠിച്ചില്ലേ? തബല. തബല എന്ന് പറയുമ്പോ ഏതാണ്? താ തന്നെയാണ്. ഫസ്റ്റ് തായാണ് താസെ തബല. നെക്സ്റ്റ് ടാപ്പിന് എന്താ നമ്മൾ ഹിന്ദിയിൽ പറയാ? നൽ. നൽ. ഫസ്റ്റ് ലെറ്റർ ന. റൈറ്റ്. ന. നാന്നും പറയാം, നമുക്ക് ആ ലെറ്ററിനെ നാന്നും പറയാം. ലാസ്റ്റ് വൺ എന്താ ഇഷാൻ? ലാസ്റ്റ് വൺ ധനുഷ്. ധനുഷ് ആണ്. ധനുഷ്. വിച്ച് ഇസ് ദ ഫസ്റ്റ് ലെറ്റർ? ഫോർത്ത് ദ. ആ നാലാമതിരിക്കുന്ന ധായാണ് അല്ലേ? നല്ല ഉറപ്പിച്ചു പറയുന്ന ധ. ധ. ധ സെ ധനുഷ്. നമ്പർ 3 പഠോ. എന്താണ് പഠോ എന്ന് പറഞ്ഞാല്? വായിക്കാനേ പറയരുത്, അത് നിങ്ങൾക്കുള്ള വർക്കാണ്. എങ്ങനെയാ വായിക്ക? താത്ത താത്ത താന്ന അങ്ങനെയാണോ വായിക്കുന്നത്? അല്ല, അതിന്റെ പ്രൊനൗൺസ്. വെരി ഗുഡ്. ത ഥ ദ ഥ ന. അപ്പം രണ്ടാമത് കൊടുത്ത അക്ഷരവും നാലാമത് കൊടുത്ത അക്ഷരവും നല്ല കുറച്ച് കടുപ്പത്തിൽ, നാലാമത്തെ അക്ഷരം കുറച്ച് കടുപ്പത്തിൽ പറയണം നമ്മള്, രണ്ടാമത്തത് കുറച്ച് ഉറപ്പിച്ച് പറയണം. ത ഥ ദ ഥ ന. അവർ ചാപ്റ്റർ ഈസ് ഓവർ. നമുക്ക് എക്സാമിന് വേണ്ട ചാപ്റ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് എക്സാമിന്, ഇത്രയുള്ള ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ പാഠഭാഗത്ത് തൊട്ട് ഇത്രയും ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങള് ഞാൻ പറഞ്ഞ പോലെ എക്സസൈസ് ഭാഗത്തുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. മാച്ച് ദ ഫോളോയിങ്, അതുപോലെ ഫസ്റ്റ് ലെറ്റർ എഴുതാനുള്ളത് ഇത് തന്നെ, അതുപോലെ ലെറ്റേഴ്സ്, അതായത് ഹിന്ദി വർണ്ണമാല നന്നായിട്ട് എഴുതി പഠിക്കുക. ഞാൻ കൂടുതൽ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുക. പിക്ചറൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? വേറെ ഒന്നുമില്ല ഇതില്. അതുപോലെ ഇപ്പൊ ശബ്ദകോശ കൊടുത്തിരിക്കുന്ന ഭാഗമില്ലേ, അതൊന്നും നിങ്ങള് കൂടുതലായിട്ട് എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല ഇപ്പോ, ഈ എക്സാമിന് വേണ്ടി വേണ്ട. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ടും ഈ പിക്ചറുള്ള വാക്കുകള്, എക്സസൈസ് കൊടുത്തിരിക്കുന്ന അഭ്യാസം അത് നന്നായിട്ട് പഠിക്കാം. ഇത്രയേ ഉള്ളൂ. വേറെ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഇത് എല്ലാവർക്കും വായിക്കാം. വായിക്കുകയും ചെയ്യാം, ഒന്ന് റിവിഷൻ ചെയ്യുകയും ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം മിസ്സിനോട്. നമുക്കിനി ഒരു 5 മിനിറ്റ് ഉണ്ട്. ഒന്നുമില്ല. ഇപ്പൊ ഒന്ന് വായിക്കാം അല്ലേ? ഇഷാൻ അൺമ്യൂട്ട് ആണ്. ഓക്കെ, ഇഷാൻ ഫസ്റ്റ്. താസെ തരാജു. താസെ തരാജു, താസെ തർമസ്, ദാസെ ദർവാസ, ദാസെ ദൻ, നാസെ നദി. വെരി ഗുഡ്. ദേവപ്രിയ. തരാജു, ധർമ്മ, അക്ഷരങ്ങൾ ചേർത്ത് വായിക്കേ. താസെ തരാജു, ദാസെ ധർമ്മ, ദാസെ ദർവാജ, ദർവാജ, താസെ ധൻ, താസെ ധൻ, നാസെ നദി. നദി. ഓക്കെ, വെരി ഗുഡ്. അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ എന്തിനാ പറയുന്നത്? നമ്മൾ കൂടുതൽ അത് കണ്ട് അക്ഷരങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയാൻ വേണ്ടിട്ടാ കേട്ടോ. നെക്സ്റ്റ് ദൃശ്യ.
സ്പീഡിൽ വായിച്ചൊരു കുറെ പേരെ വായിപ്പിക്കാം. ഇപ്പൊ 4 മിനിറ്റേ ഉള്ളൂ. എന്താണ് ഇരുന്നത്? ദാസേ ദർവാജ दरवाजा ഥാസേ ധൻ सेकंड ധൻ ആണ് കേട്ടോ. നാസേ നദി. नासे नदी ഓക്കെ. സമജ്ന ता से तराजू था से दरमस ता से दरवाजा ദർവാ था से दम ना से नदी ദർവാസ എന്ന് പറയരുത് മോളെ. സായല്ല, ദർവാജ എന്ന് പറഞ്ഞാലും മതി. നമ്മൾ കുറച്ച് വലുതായിട്ട് അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് അഡോൺ ജോസഫ്. ता से तराजू तार से थर्मस थर्मस दरवाजा था से धन ना से नदी. अडोन था से नदी ओके ओके. नेक्स्ट आदिनाथ. ता से तराजू 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 ता से तराजू था से थर्मस ता से थर्मस दा से दरवाजा दरवाजा था से धन ता से धन ना से नदी. ना से नदी ओके. कैसा तराजू दरवाजा था से थर्मस थर्मस दा से दरवाजा. ता से दरवाजा നെയ്ജൽ എന്താ അവിടെ ഫോണിൽ പണിയെടുക്കുന്നേ? ഞാനിവിടെ കാണുന്നുണ്ട്. था से धन नदी ना से नदी. वेरी गुड. ഭവിക, നമുക്ക് 1 മിനിറ്റേ ഉള്ളൂ. ക്ലാസ് കട്ടാവും. വായിച്ചോ ഭവിക. दासे दरबूजा दरवाजा दासे दन नासे नदी ആ ഞാൻ വിചാരിച്ചു ദർബൂജ എവിടെയാ വന്നേ ഇവിടെ. ദർവാജ അല്ലേ? പാർവണ പാർവണ ടെൻസിൽ വിളിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം കേട്ടോ. നമ്മുടെ ടൈം ഇപ്പൊ തീരും. ഇപ്പൊ ക്ലാസ് കട്ടാവും. സി യു നെക്സ്റ്റ് പീരീഡ്. പാർവണ വായിച്ചോ. നെക്സ്റ്റ് പീരീഡ് എല്ലാരും വരണേ. പാട്ടൊക്കെ പാടാം, റിവിഷൻ ചെയ്യാം. പാർവണക്കുട്ടി അൺമ്യൂട്ട് ചെയ്തില്ല.